ഐ നോബഡി എന്ന സിനിമയുടെ റിലീസിന് മുന്നേ ആയിട്ടുള്ള ഇന്റർവ്യൂകളിൽ ഈ സിനിമയെ ഒരു പെർട്ടിക്കുലർ ജോണറിലേക്ക് ഒതുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിരുന്നു. സിനിമ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ പുള്ളി പറയാനുള്ള കാരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഒരു ജോണറിൽ നിന്ന് അടുത്ത ജോണറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നരേറ്റീവാണ് ഈ സിനിമയ്ക്കുള്ളത്. പലപ്പോഴും പരസ്പരം വളരെയധികം കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ജോണറുകൾ ഈ സിനിമയിൽ കയറി വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സട്ടയർ സ്വഭാവമുള്ള എലമെന്റുകളുള്ള ഒരു സിനിമയിൽ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഡിസ്ഫങ്ഷണൽ ഫാമിലി ഡ്രാമ പ്രതീക്ഷിക്കുകയില്ല. ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന പല ശങ്കർ സിനിമകളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുള്ളി ആവശ്യമില്ലാത്ത എലമെന്റുകൾക്ക് വേണ്ടി പണം അനാവശ്യമായിട്ട് കളയുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി പറയുന്ന പല ആശയങ്ങളും കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് അവതരിപ്പിച്ചാൽ നന്നാവുമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ആ സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു സ്പേസിലേക്ക് പോകാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു ആശയമാണ് നിസാം ബഷീർ സംവിധാനം ചെയ്തിട്ടുള്ള ഐ നോബഡി. മെയിൻ സ്ട്രീം സിനിമയ്ക്ക് യോജിക്കുന്ന എന്നാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈല് ഈ സിനിമയ്ക്കുണ്ട്. എന്നാൽ അവർ റിസ്ക് എടുത്തിട്ടുള്ള ജോണറുകൾ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി പല സ്ഥലത്തും അത്ര സ്മൂത്ത് അല്ല. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് നമ്മുടെ നായകനായിട്ടുള്ള രാജീവൻ. രാജീവന്റെ ഭാര്യയും ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ബാങ്ക് റോബറിയിൽ രാജീവൻ ഒരു ഭാഗമാകുന്നു. അതായത് രക്ഷപ്പെടാൻ വേണ്ടി കള്ളന്മാർ ബന്ദിയാക്കുന്നത് രാജീവനെയാണ്. ആ കേസിൽ മോഷണം പോയ പൈസ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് രാജീവനെയും സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു സംശയം അയാളെയും അയാളുടെ കുടുംബത്തെയും ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് എന്നതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. പടത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഊഹിക്കുന്ന പല കാര്യങ്ങളും ആദ്യ പകുതിയിൽ തന്നെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ട്രെയിലറിൽ കാണിക്കാത്ത ചില സാധനങ്ങൾ നമ്മൾ തുടക്കത്തിലെ ഡീകോഡ് ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അവർ തന്നെ തുടക്കത്തിൽ തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത്തരം സിനിമകളിൽ മുഖ്യധാരയിൽ നമ്മൾ കാണുന്ന ഒരു കൺക്ലൂഷനിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനം എത്തുന്നത്. എന്നാൽ അതിലേക്ക് എത്താൻ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള സമീർ അബ്ദുൾ എടുത്തിട്ടുള്ള വഴിയാണ് കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ പെടുന്ന ഒരു മനുഷ്യൻ നേരിടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ സമീർ ഇമാജിൻ ചെയ്തിട്ടുള്ളത് സാമാന്യം റിയലിസ്റ്റിക് ആയിട്ടാണ്. ഇതിലൊരു ഘട്ടത്തിൽ രാജീവിന് മേലെയുള്ള സംശയങ്ങൾ അയാളുടെ 2 മക്കളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അവിടെ രാജീവൻ അതിനോട് റിയാക്ട് ചെയ്യുന്നത് ഉള്ളിൽ ഭയമുള്ള ഒരു അച്ഛനെ പോലെ തന്നെയാണ്. ആ സിറ്റുവേഷനിൽ അയാൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കിയിട്ടും അയാളുടെ മുകളിലുള്ള സംശയം കൂടുക തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാം പകുതിയിൽ നമ്മുടെ നായകൻ കുറച്ചുകൂടെ എന്തിനും തയ്യാറെന്ന മൈൻഡ് സെറ്റിലാണ്. അവിടെയാണ് റൈറ്റിംഗ് കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള പരിപാടികൾക്ക് ശ്രമിക്കുന്നത്. ചുറ്റും മൊബൈൽ ക്യാമറകളും ആളുകളെ ചാനൽ മാറ്റാതെ ഇരുത്താൻ എരിവും പുളിയുമുള്ള കഥകളും തേടുന്ന ന്യൂസ് ചാനലുകളും ഉള്ള ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിക്ക് മനസമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് സ്വല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു അവസ്ഥയിലൂടെ രാജീവനോട് പലർക്കും തോന്നുന്ന ദേഷ്യം ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഒരു ഭാഗത്തെ പല ആക്ഷൻ സെറ്റ് പീസുകളും ഗ്രൗണ്ടഡ് ആണെങ്കിലും ചിലതൊക്കെ ഓവർ ദ ടോപ്പ് ആകുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബസ്സിനുള്ളിലുള്ള സീക്വൻസിൽ ഒരു ഘട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് തെറിച്ചുപോയ പൃഥ്വിരാജ് അതിൽ പിടിച്ചു തൂങ്ങുന്നൊക്കെയുണ്ട്. ഇന്നത്തെ സമൂഹം വാർത്തകളെയൊക്കെ നോക്കിക്കാണുന്നതിനെ ഒരു സട്ടയർ സ്വഭാവത്തിൽ പരിഹസിക്കുന്ന ഒരു ട്രാക്ക് അവസാന ഭാഗത്തേക്ക് സിനിമയിൽ വരുന്നുണ്ട്. ഒരു സ്റ്റാൻഡ് അലോൺ പോർഷൻ ആയിട്ട് നോക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ അത്യാവശ്യം സ്മാർട്ട് ആണെങ്കിലും അതിന്റെ ഒരു പ്ലേസ്മെന്റ് കാരണം പടത്തിന്റെ ഒരു താളം ചെറുതായിട്ട് തെറ്റുന്നുണ്ട്. പൃഥ്വിരാജിന്റെ പെർഫോമൻസുകളിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് കൂടെ എന്ന സിനിമയിലുള്ളതാണ്. പലരും മിമിക്രി ചെയ്ത് പുള്ളിയെ പരിഹസിക്കുന്ന തരം സംഗതികളൊന്നുമില്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. ഐ നോബഡിയിൽ ആക്ഷൻ ബ്ലോക്കുകളിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും കൂടെയിലുള്ളതിന് സമാനമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പൃഥ്വിരാജിനെ കൊണ്ടുവരാൻ നിസാം ബഷീറിന് സാധിക്കുന്നുണ്ട്. വലിയ ഭാവമില്ലാതെ തർക്കുത്തരം പറയുന്ന സീനുകളാവട്ടെ, ഡയലോഗുകളില്ലാതെ തൻ്റെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സീനുകളാവട്ടെ, ഒരു വ്യത്യസ്തതയുള്ള പൃഥ്വിരാജിനെ ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ മാനറിസങ്ങളും ബോഡി ലാംഗ്വേജും നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് തന്നെയാണ്. രാജീവന്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് പാർവതിയാണ്. ആ ക്യാരക്ടറിന് അവരുടേതായ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവസാന ഭാഗത്തേക്ക് ആ ക്യാരക്ടറിന് വ്യക്തമായ ഒരു സ്പേസ് തിരക്കഥ കൊടുക്കുന്നുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ആ ക്യാരക്ടറിന്റെ ദേഷ്യവും സങ്കടവും എല്ലാം പാർവതി സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ മക്കളായിട്ട് അഭിനയിച്ചിട്ടുള്ള 2 പേരുടെയും കാസ്റ്റിംഗ് മികച്ചതായിരുന്നു. ഇളയ മകളായിട്ട് വന്നിട്ടുള്ള ഐറയ്ക്ക് പൃഥ്വിരാജിനോടൊപ്പം സാമാന്യം കോമഡിയൊക്കെയുള്ള സീനുകൾ ചെയ്യാനുണ്ട്. മൂത്ത മകളായിട്ട് വന്ന നക്ഷത്രയ്ക്ക് ഒരുപാട് സീനുകളൊന്നും ഇല്ലെങ്കിലും ഈ പടത്തിൽ ആ ക്യാരക്ടറിന് ആവശ്യമുള്ളൊരു മെച്യൂരിറ്റി ആ കുട്ടി പെർഫോമൻസിൽ കാണിക്കുന്നുണ്ട്. ഹക്കീം ഷാജഹാൻ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സിനിമ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടുന്ന ടൈപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അശോകന് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. 2024 മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ബീന ചന്ദ്രന് ചെറിയൊരു കഥാപാത്രത്തെ ഈ പടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ദൈർഘ്യം കുറവാണെങ്കിലും ഈ പടത്തിന് ഒരു ഇമോഷണൽ ഡെപ്ത് കൊടുക്കുന്ന ഒരു ഡയലോഗ് പുള്ളിക്കാരിക്ക് സമീർ അബ്ദുൾ കൊടുത്തിട്ടുണ്ട്. ശങ്കർ രാമകൃഷ്ണനാണ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ വീണ്ടും വളയം പിടിച്ചിട്ടുണ്ട്. പുള്ളിയോടൊപ്പം സുധി കോപ്പയും സഞ്ജു ശിവറാമും ഉണ്ട്. മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ശ്രീ വിജയരാഘവനാണ്. നെടുനീളം കാസ്റ്റിലുള്ള മറ്റ് പ്രധാനപ്പെട്ട പേരുകളാണ് മധുപാൽ, നിഷാന്ത് സാഗർ, ജിജോയ് രാജഗോപാൽ, നന്ദു മുതലായവർ. വിഷ്വൽ ഫിലിം മേക്കിങ്ങിനെ കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ നിസാം ബഷീർ പടം ഒരുക്കിയിട്ടുള്ളത്.
സിംഗിൾ ഷോട്ട് ലോങ് ടേക്ക് പരിപാടികൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഷോട്ടുകൾ ഉണ്ടാക്കി പ്രേക്ഷകനെ വിഷ്വൽ കൊണ്ട് ആകർഷിച്ചു നിർത്താൻ വിഷ്വൽ എഫക്ട്സിന്റെയും സഹായം പുള്ളിക്ക് വേണം. നിർഭാഗ്യവശാൽ പല സ്ഥലത്തും വിഷ്വൽ എഫക്ട്സിന് വിചാരിച്ചൊരു ക്വാളിറ്റി നിലനിർത്താൻ പറ്റിയിട്ടില്ല. ഇതിൽ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ഇതിലെ ആക്ഷൻ സീക്വൻസ് ആണ്. ഈ അടുത്ത് വന്നതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് സീക്വൻസുകൾ ഈ പടത്തിലാണുള്ളത്. ഇതിൽ ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഗംഭീരമായ കൊറിയോഗ്രാഫിയും അതിലെ ഒരു ബീറ്റ് പോലും പ്രേക്ഷകന് മിസ്സാകാത്ത രീതിയിലുള്ള എഡിറ്റിംഗുമായിരുന്നു ആ സീക്വൻസിനുണ്ടായിരുന്നത്. സജയ് ഹബ്ബ എന്ന പാട്ട് വളരെ മനോഹരമായിരുന്നു. അതിന്റെ പ്ലേസ്മെന്റും രസകരമായിരുന്നു. രണ്ടാം പകുതിയിലെ ഒരു സ്ഥലത്ത് ഡോറിന് മുട്ടുന്ന നോക്കിംഗ് സൗണ്ട് ട്രാൻസിഷൻ ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയി മാറുന്നുണ്ട്. സൗണ്ട് ഡിസൈനിന്റെയും മ്യൂസിക്കിന്റെയും ഈ ഒരു ടീം വർക്ക് മികച്ചതായിട്ട് തോന്നി. ഒരുപാട് ഇവന്റുകളും ഒരുപാട് ജോണറുകളും ഒറ്റ പടത്തിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ശ്രമമാണ് ഐ നോബഡി. അതിൽ ചിലത് ലാൻഡ് ആകുമ്പോൾ മറ്റു ചിലതിന് പടം സെറ്റ് ചെയ്തിട്ടുള്ള ടോണുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. ആക്ഷൻ ബിറ്റുകൾ വർക്കാകുമ്പോൾ സട്ടയർ വേണ്ട പോലെ വർക്കാകുന്നില്ല. അതുപോലെ ഫാമിലി ഡ്രാമ ഭാഗം ലാൻഡ് ആകുമ്പോൾ അതിൻ്റെ കൂടെ പിന്നെയും ചേർക്കാൻ നോക്കുന്ന ചില നന്മ ട്രാക്കുകൾ ഏച്ച് കിട്ടിയതുപോലെ നിൽക്കുന്നു. ടെക്നിക്കലായിട്ട് മികവേറിയിട്ടുള്ള എന്നാൽ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിച്ച രീതിയിൽ പൂർണ്ണമായിട്ട് എത്താത്ത കച്ചവട സിനിമയുടെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് പുതുമ കണ്ടെത്താൻ ശ്രമിച്ച ഒരു സിനിമയാണ് ഐ നോബഡി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്